ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി മുട്ട വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു പച്ചമുളക് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് മതിയാവും. അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. പിന്നെ നമ്മൾ മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് ഒരു പച്ചമുളക് മതിയാവും. പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് കൈവച്ചിട്ട് ഇതുപോലെ ഒന്ന് നമ്പി എടുക്കണം. ആ ഉള്ളിയുടെ ആ ഒരു നീരൊക്കെ ഒന്ന് വരണം, ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങണം. അപ്പോൾ നന്നായിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഏകദേശം 2 കപ്പ് മൈദയോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ കുഴച്ച് അതൊരു ബാറ്ററാക്കി എടുക്കുക. നല്ല ലൂസും ആകാൻ പാടില്ല, എന്നാൽ ഭയങ്കര തിക്കും ആകാൻ പാടില്ല. നമ്മൾ നോർമലി ഉള്ളിവട പക്കവടയൊക്കെ ആക്കാൻ വേണ്ടി ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ പഴം പൊരിക്കാനൊക്കെ ഉണ്ടാക്കുന്ന ബാറ്ററില്ലേ, ആ ഒരു തിക്നെസ്സിൽ മതിയാവും. ഇപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഇവിടെ 4 മുട്ട ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് ഒരു മുട്ട 4 പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ലെങ്ത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മുട്ട 4 പീസ്, ആ രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഓരോ പീസ് മുട്ടയും എടുത്തിട്ട് ഈ ബാറ്ററിലിട്ട് ഒരു സ്പൂണ് വെച്ച് അതിങ്ങനെ കോരിയെടുക്കുക. എന്നിട്ട് ഓയിലിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ മുട്ട ശരിക്കും കവർ ചെയ്യുക കേട്ടോ. നല്ല അത്യാവശ്യം നല്ലോണം തന്നെ ബാറ്റർ ആ സ്പൂണിലെടുക്കുക. എന്നിട്ട് ചൂടായ ഓയിലിലേക്ക് ഇട്ട് നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി അതൊരു സൈഡ് നല്ല ബ്രൗൺ ക്രിസ്പി ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞ് വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. പെട്ടെന്ന് റെഡിയാവും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ.